ഹലോ ഇംഗ്ലീഷ് വിത്ത് അജിൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇതുവരെ 3 പാർട്ടിൽ നമ്മൾ 9 സെൻറ്റൻസുകളൊക്കെ ആയിട്ട് പഠിച്ചു. ഇന്ന് 4ാമത്തെ പാർട്ടിൽ 11 സെൻറ്റൻസ് ഉണ്ട് കേട്ടോ. 11 അർത്ഥങ്ങളുള്ള 11 ഉപയോഗങ്ങളുള്ള സെൻറ്റൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ സെൻറ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഴുതിക്കോ, ഒരു ബുക്കിൽ കറക്റ്റായിട്ട് എഴുതുക. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ ഇതിൻ്റെ ഉപയോഗം? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രവൃത്തി, മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന സെൻറ്റൻസ് ഐ ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും നമ്മളെടുത്ത് ചോദിക്കില്ലേ, നിങ്ങളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൗ ഐ ആം ഡൂയിങ് ദിസ് എന്നാണ് അതിൻ്റെ കറക്റ്റ് ഉപയോഗം. എന്നാലും നമ്മളിവിടെ നൗ എന്നുള്ളത് ഇപ്പോൾ പഠിക്കേണ്ട, പകരം ഐ ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഐ ആം ആണ് വരണത്. ഐ ആം വെർബ് പ്ലസ് ING. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്പീക്കിംഗ് ഇംഗ്ലീഷ്. രണ്ടാമത്തെ ഇതിൽ നമ്മൾ നിങ്ങൾ, യു ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഐ വെച്ചപ്പോൾ ആം ആയി, ഇവിടെ യു ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. സെൻറ്റൻസിൻ്റെ അർത്ഥം സെയിം തന്നെ, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തത് ഹി ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി വന്നപ്പോൾ ഈസായി. പിന്നെ ഷീ ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്ന് പറഞ്ഞപ്പോൾ ഷീ ആണ്. ഷീ വന്നപ്പോഴും ഈസായി, വെർബ് ING, സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ദേ ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇറ്റിൻ്റെ ഉപയോഗം നമ്മൾ മുൻപ് പഠിച്ചു. അത്, ഇത് എന്നൊക്കെയാണ് ഇറ്റിൻ്റെ ഉപയോഗം. എനിമൽസിനെ ഉപയോഗിക്കാം. ജീവനില്ലാത്ത വസ്തുക്കളെയും അത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഇറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മളൊരു ഒരു മൊബൈൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയില്ലേ, അത് നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് പെർഫോമിങ് വെരി വെൽ. ഇറ്റ് ഈസ് തന്നെയാണ് വരണത്, വെർബ് ING. ഇറ്റ് ഈസ് പെർഫോമിങ് വെരി വെൽ. അല്ലെങ്കിൽ നോക്കി, നമ്മളൊരു ഫാനിനെ നോക്കിയിട്ട് പറയാം നമുക്ക്, ദ ഫാൻ ഈസ് റൊട്ടേറ്റിംഗ്. ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങുന്നൊരു ഫാൻ കേട്ടോ. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ സെൻറ്റൻസ്. രണ്ടാമത്തെ സെൻറ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നു. വ്യത്യാസം മനസ്സിലായോ? ഒന്ന് ആണ്, ഒന്ന് ആയിരുന്നു. ആയിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സമയമാണ്. നമ്മൾ ഇന്നലെ അവിടെ പോയപ്പോൾ ആ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ കണ്ടപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഞാൻ അവനോട് സംസാരിക്കുന്ന നേരത്തെ അവൻ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യു വേർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ വാസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ വേർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വി വേർ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് റൊട്ടേറ്റിംഗ്. അത് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് പെർഫോമിങ്. അത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടാം സെൻറ്റൻസ്. ഈ സെക്ഷനിൽ, ഈ പാർട്ടിലത്തെ നമ്മൾ ഇതിനോടകം 3 പാർട്ടിൽ കുറേ അധികം സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ട്. അറൗണ്ട് 27 സെൻറ്റൻസ് ആയിട്ടുണ്ട്. ഇത് നമ്മളുടെ ഈ പാർട്ടിലത്തെ രണ്ടാമത്തെ സെൻറ്റൻസാണ്. ഇംഗ്ലീഷ് വിത്ത് അജിൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം കമ്മ്യൂണിറ്റീനെ. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ പറയുന്നതാണ്. നാളെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു കൊല്ലം കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അടുത്ത മാസം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നാളെ 10 മണിക്ക് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. നാളെ 10 മണിക്ക് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് സ്പീക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ടുമാറോ അല്ലെങ്കിൽ ടുമാറോ, ആഫ്റ്റർ 1 വീക്ക്, ആഫ്റ്റർ 1 ഇയർ എന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു ടൈം വേർഡ്സ് ആണ്. നമ്മളിപ്പോൾ അത് ഉപയോഗിക്കില്ല. ഐ വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്. നാളെ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും.
യു വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഹി വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഷീ വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കും. ദേ വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കും. വി വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ്, അത് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇറ്റ് വിൽ ബി പെർഫോമിങ്, അത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, നമ്മളൊരു ഫ്യൂച്ചർ സംഭവമാണ് പറയണത്, അതിനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഇനി ഒന്നാമത്തെ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ 3 സെൻറ്റൻസ് പഠിച്ചു. ഇനി വീണ്ടും ഒന്നാമത്തെ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് മലയാളത്തിൽ എഴുതി വയ്ക്കുക. ആം ഐ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ആർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈസ് ഹി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ആർ ദേ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ആർ വി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈസ് ഇറ്റ് റൊട്ടേറ്റിംഗ്, അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഈസ് ഇറ്റ് പെർഫോമിംഗ് വെരി വെൽ, അത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള സെൻറ്റൻസായി. ഇനി ചെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നു എന്ന് പറയില്ലേ, അതിൽ ചെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നോ? ഇറ്റ് വാസ് പെർഫോമിങ്, ഐ വാസ് സ്പീക്കിംഗ് ആണ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിന് ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുക ആയിരുന്നോ? വാസ് ഐ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? വേർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്? വാസ് ഹി സ്പീക്കിംഗ് ഇംഗ്ലീഷ്? വാസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്? were they speaking English? were we speaking English? was it rotating? ഉണ്ടോ? അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ്. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? വാസ് ഐ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? വേർ യു സ്പീക്കിംഗ് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? വാസ് ഷീ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? വാസ് ഹി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? വേർ ദേ സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? വേർ വി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? വാസ് ഇറ്റ് റൊട്ടേറ്റിംഗ്, അത് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ഇനി നമ്മൾ മൂന്നാമത്തെ സെൻറ്റൻസ് പഠിച്ചത് ഏതാ? ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ്. ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് അതാണ് ശരിക്ക്. അല്ലെങ്കിൽ ഐ വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ തന്നെ യു വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മൂന്നാമത്തേതിൽ ഇത് പറഞ്ഞോ എന്നുള്ളത് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് മൂന്നാമത്തെ സെൻറ്റൻസ് ആയിട്ട്. ഫ്യൂച്ചറിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് കേൾക്കണം കേട്ടോ. മൂന്നാമത്തെ സെൻറ്റൻസ് ആയിട്ട് ഐ വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. യു വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഷീ വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഹി വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ദേ വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വി വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ്, അത് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ആറാമത്തെ സെൻറ്റൻസ് ആയിട്ട് പഠിക്കുന്നത്. ആറാമത്തെ അല്ല, എത്രാമത്തെ? ഏഴാമത്തെ സെൻറ്റൻസ് അല്ലേ? ഓക്കെ, ഏഴാമത്തെയാണോ? ഓക്കെ, ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കുക. വിൽ ഐ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്? വിൽ യു ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്? ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വിൽ ഹി ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്? വിൽ ഷീ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്? വിൽ ദേ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്? വിൽ വി ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്? വിൽ ഇറ്റ് ബി റൊട്ടേറ്റിംഗ്? ടോപ്പ്. അപ്പോൾ 9 സെൻറ്റൻസ് കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സെൻറ്റൻസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രണ്ടാമത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, മൂന്നാമത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, നാലാമത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അഞ്ചാമത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ, ആറാമത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമോ എന്നുള്ളതാണ്. ഇനി ഏഴാമത്തെ സെൻറ്റൻസ് ഒന്നുകൂടിയും പറയാം. ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഐ എം നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. ഐ വാസ് നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഐ എം നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. യു ആർ നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇപ്പോഴത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഹി ഈസ് നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. ഷീ ഈസ് നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. ദേ ആർ നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, അവർ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. വി ആർ നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇപ്പം ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നാണ് പറയണത്. ഇറ്റ് ഈസ് നോട്ട് റൊട്ടേറ്റിംഗ്, അത് കറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ഒരു പ്രവൃത്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഐ എം നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല എന്ന് പറയില്ലേ. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുക
അല്ല എന്ന് പറയുന്നത്. ഇനി ചെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നില്ല. ഐ വാസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. യു വേർ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഹി വാസ് നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഷീ വാസ് നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ദേ വേർ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. വി വേർ നോട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ദേ വേർ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഇറ്റ് വാസ് നോട്ട് റൊട്ടേറ്റിംഗ്. ഇറ്റ് വാസ് നോട്ട് പെർഫോമിങ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ 9ാമത്തെ സെൻറ്റൻസ് പോവാണ്. ചെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കില്ല. ചെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കുന്നു എങ്ങനെ പറഞ്ഞാൽ ഐ വിൽ ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കില്ല. ഐ വിൽ നോട്ട് ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്. യു വിൽ നോട്ട് ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഷീ വിൽ നോട്ട് ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഹി വിൽ നോട്ട് ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ദേ വിൽ നോട്ട് ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്. വി വിൽ നോട്ട് ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇറ്റ് വിൽ നോട്ട് ബി റൊട്ടേറ്റിംഗ്. കണ്ടോ? അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ല. അപ്പോൾ നമ്മൾ 1 തൊട്ട് 9 സെൻറ്റൻസ് പറയാണ്. 1ാം സെൻറ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. 2ാമത്തെ സെൻറ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 3ാം സെൻറ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കും. 4ാം സെൻറ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ. 5ാമത്തെ സെൻറ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നോ. 6ാമത്തെ സെൻറ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കുമോ. 7ാം സെൻറ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. 8ാമത്തെ സെൻറ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നില്ല. ചെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നില്ല. 9ാമത്തെ സെൻറ്റൻസ് ചെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കില്ല. ഫ്യൂച്ചറിൽ പറയുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പർ, ഇതിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമുക്ക് കറക്റ്റായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.